ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. കഴിഞ്ഞ വീഡിയോയിൽ ലുലുവിലെ സീ ഫുഡ് ഫെസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിന്ന് ഞങ്ങൾ കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി അറബിക് റൈസ് ആണെന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഞണ്ട് വെച്ചിട്ട് ഞണ്ട് റോസ്റ്റ്, ഞണ്ട് കറി, ഞണ്ട് ബിരിയാണി ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഞണ്ട് കൊണ്ടുള്ള അറബിക് റൈസ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഞണ്ട് കൊണ്ടുള്ള അറബിക് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ്. അപ്പോൾ ഞണ്ടിൻ്റെ ഈ ചെറിയ കാല് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞണ്ടിൻ്റെ കാലൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. ഞണ്ടിൻ്റെ ഈ വലിയ കാല് മാത്രമേ നമ്മൾ കഴിക്കാൻ എടുക്കലുള്ളൂ. ഇനി ഈ ഭാഗം ഒന്ന് നമ്മൾ പൊളിച്ചു കൊടുക്കണം. അപ്പോൾ ഞണ്ടിൻ്റെ പുറം ഭാഗമുള്ള തോട് പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അതിന് ശേഷം അതിനകത്തുള്ള ആ ഒരു വേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒഴിവാക്കണം. ഞണ്ടിൻ്റെ ഉൾഭാഗത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകിയെടുക്കുക. നന്നായിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം. എന്നാൽ മാത്രമേ അതിനുള്ളിലത്തെ വേസ്റ്റൊക്കെ നന്നായിട്ട് പോവുള്ളൂ. ഞണ്ടിൻ്റെ ഈ രണ്ട് വലിയ കാലാണ് സാധാരണ കഴിക്കാൻ എടുക്കലുള്ളത്. വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ കാലും കൂടെ കഴിക്കാൻ എടുക്കുക. അപ്പോൾ ഈ ഞണ്ടിൻ്റെ കാലും കൂടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഞണ്ടും കൂടെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെമ്മീനും കൂന്തളൊക്കെ ക്ലീൻ ചെയ്യുന്നതിലേറെ ഭയങ്കര എളുപ്പമാണ് ഞണ്ട് ക്ലീൻ ചെയ്യാൻ. ഇപ്പോൾ എല്ലാ ഞണ്ടും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്നതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഞണ്ട് കൊണ്ടുള്ള അറബിക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം തൊലി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സവാളയും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ലാസ്റ്റ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഓയിലിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, തക്കോലം ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്പൈസസ് ഒക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അറബിക് മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
സാധാരണ നമ്മൾ അറബിക് റൈസിൽ വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഞണ്ട് കൊണ്ടുള്ള അറബിക് റൈസ് തയ്യാറാക്കുമ്പോൾ വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്താലായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഞണ്ടും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞണ്ടിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഞണ്ട് വേവിച്ച വെള്ളത്തിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും ആ ഞണ്ടിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ റൈസിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ ഞണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞണ്ട് നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞണ്ടൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ ഞണ്ട് കോരി മാറ്റുകയാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിക്കേണ്ടത്. ഞാനൊരു 3 ഗ്ലാസ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കപ്സക്കും മന്തിക്കൊക്കെ ഉപയോഗിക്കണ അതേ അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസും കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം 1 മണിക്കൂർ അരി കുതിർത്ത് വെച്ചതുകൊണ്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ അരി കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓരോ അരിൻ്റെ വേവിനനുസരിച്ച് മാറ്റം വരും. ഇതിപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ചില റൈസ് ഒരു 15 മിനിറ്റ് വരെ എടുക്കും കുക്കായി കിട്ടാൻ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഞണ്ടൊന്ന് മസാല തേച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞണ്ടൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം എരിവോട് കൂടി കഴിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതുമാണ്. ഇനി ഈ മസാലപ്പൊടികളും ഞണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ മസാല തേച്ചിട്ട് ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞണ്ട് കഴിക്കാൻ. ഇനി നമുക്ക് ഈ ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഞണ്ട് കുക്ക് ചെയ്യാൻ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പുതിയ പാനൊന്നും എടുക്കരുത്. അതിലൊക്കെ വര വീഴും. ഞാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ ഫ്രൈയിങ് പാനാണ്. ഇപ്പോൾ എല്ലാ ഞണ്ടും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഞണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ റൈസും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് വേവാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കറക്റ്റാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ റൈസാണ് വിളമ്പുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ റൈസിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറി ടൊമാറ്റോസാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കൊണ്ടുള്ള അറബിക് റൈസ് റെഡി ആയിട്ടുണ്ട്.
ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ആ റൈസിൽ നന്നായിട്ട് ആ ഞണ്ടിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ ആ ഞണ്ട് നമ്മൾ മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കണോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഞണ്ടും കഴിക്കാൻ. ഞണ്ടിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞണ്ട് ഇഷ്ടമുള്ളവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. എപ്പോഴും നമ്മൾ ഞണ്ട് റോസ്റ്റും ഞണ്ട് കറിയും ഞണ്ട് ബിരിയാണിയൊക്കെ അല്ലേ തയ്യാറാക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു അറബിക് റൈസ് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്